വേണോ നിനക്കൊരെണ്ണം? ഓൺ ദ റോക്സ്. താങ്ക്സ്. ഫസ്റ്റ് പെഗ് ഓഫ് ദ ഡേ. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതായതിന്റെ പുറകെ ഹോട്ടലിൽ കോണ്ടാക്ട് ചെയ്തിട്ട് കിട്ടാഞ്ഞപ്പോ എവിടെ ഉണ്ടെങ്കിലും ട്രേസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാ വെളുപ്പിന് കോഴിക്കോട്ടേക്ക് അർജന്റ് മെസ്സേജ് കൊടുത്ത്. എവിടായിരുന്നു നീ? പുൽപ്പള്ളിയിൽ. യെസ് യെസ് സർ, ഹീസ് വില്ലിംഗ് സർ. DGP അന്വേഷണം ഏറ്റെടുക്കാൻ നിനക്ക് പൂർണ്ണ സമ്മതമാണോന്ന്? നിന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ചോദിച്ചതാവും. കഴുതയുടെ പുറത്ത് വിഴുപ്പ് കെട്ടെടുത്ത് വെക്കും മുമ്പ് അതിനോട് ആരെങ്കിലും സമ്മതം ചോദിക്കാറുണ്ടോ സാർ? ഓക്കെ, സ്കിപ്പ് ഇറ്റ്. സംഭവം അറിഞ്ഞോണ്ട് സെൻട്രൽ നിന്ന് ഒരു സ്ട്രോങ് പ്രഷർ വന്നു. അന്വേഷണം CBIക്ക് കൊടുക്കണമെന്ന്. ഞാൻ റെസിസ്റ്റ് ചെയ്തു. CBIക്ക് എന്താ കൊമ്പുണ്ടോ? ഒരു സെൻസേഷണൽ കേസ് ഉണ്ടായാൽ ഉടനെ അത് അന്വേഷിക്കാൻ പുറത്തുനിന്ന് ആള് വരണം. എങ്കിൽ പിന്നെ ഇവിടെ എന്തിനാ ഇങ്ങനെ ഒരു ഫോഴ്സ്? സ്റ്റേറ്റ് പോലീസിന്റെ മുറയിൽ ഡ്രെയിൻ ചെയ്യരുതെന്ന് ഞാൻ അങ്ങോട്ട് ആർഗ്യൂ ചെയ്തു. ഒടുവിൽ ഡൽഹിയിൽ തന്നെ CM വഴി നമ്മൾ ആ മൂവ് മുളയിൽ അങ്ങ് നുള്ളി. അവരവിടുന്ന് സ്റ്റേറ്റ് കേഡറിലെ ബെസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന്റെ ഒരു പൂള് ചോദിച്ചു. അതിൽ നിന്ന് സെൻട്രൽ ഹോം ഡിപ്പാർട്ട്മെന്റിലെ കമ്പ്യൂട്ടറാ നിന്റെ പേര് തിരഞ്ഞെടുത്ത്. ഇതുവരെ അന്വേഷിച്ചിട്ടുള്ള എല്ലാ കേസുകളിലും വിജയം. ആ റെക്കോർഡാ നിനക്ക് മെരിറ്റായത്. വെളുപ്പിന് CM തന്നെ നിന്റെ പേര് കൺഫേം ചെയ്ത് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് ഫാക്സ് തന്നു. പിന്നെ ഇവിടുത്തെ കേവൽ മിശ്രയോട് ചാർജ് വിടാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ മുതൽ നിനക്ക് സിറ്റി പോലീസ് കമ്മീഷണറുടെ ചാർജ് കൂടെ ഉണ്ടാവും. CMനോട് ഞാൻ അങ്ങോട്ട് ഡിമാൻഡ് ചെയ്ത് വാങ്ങിച്ചൊരു ഉറപ്പാ അത്. എനിക്കറിയാം നീ ഇവിടെ അന്വേഷണം കൊണ്ട് നടക്കുമ്പോ കമ്മീഷണറുടെ കസേരയില് ആ ഗോസായി ഇരുന്ന ഞാനൊരു വിസിലും കൊണ്ട് നിന്റെ ചുറ്റും നടക്കേണ്ടി വരും, ബോക്സിംഗ് റിംഗിലെ റെഫറിയെ പോലെ. അത് വേണ്ട. സിറ്റിയിലെ മുഴുവൻ ഫോഴ്സും നിന്റെ ചൊൽപ്പടിയിൽ ഉണ്ടാവണം, എങ്കിലേ ശരിയാവൂ. ഇതിലുണ്ട് മെഡിക്കൽ റിപ്പോർട്ട്സും സ്റ്റേറ്റ്മെന്റ്സും.